ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു കൊഴുക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കൊഴുക്കട്ട ശർക്കരയും തേങ്ങയൊക്കെ ഉള്ളിൽ വെച്ച് ഉണ്ടാക്കിയൊരു കൊഴുക്കട്ടയുടെ ഇതാണ്. അപ്പോൾ അതിനൊരു 1.5 കപ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. വറുത്ത പൊടിയാണ്. അതിനകത്ത് ലേശം പഞ്ചസാരയും ലേശം ഉപ്പും കൂടി ഇട്ട് എടുക്കാം. നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച ശേഷം തിളച്ച വെള്ളമൊഴിച്ച് ആണ് കുഴച്ചേക്കുന്നത് കേട്ടോ. ഒരു 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളമാണ്. അതിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് കുഴച്ചെടുക്കാം. ഇച്ചിരി നെയ്യും കൂടി കൂട്ടി, ഇപ്പോൾ ചൂടായരണം കൈ കൊണ്ട് പറ്റില്ലല്ലോ, നിങ്ങൾ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് ഇത്തിരി നെയ്യ് പുരട്ടിയിട്ട് കൈ കൊണ്ട് ഇതുപോലെ യോജിപ്പിച്ചെടുക്കാം. പൊൻകതിറിൻ്റെ പൊടിയാട്ടോ ഈ അരിപ്പൊടി വറുത്തത് കിട്ടിയത്. എന്നിട്ട് ഇത്തിരി ലേശം ഈ സ്പൂണിൽ നിന്ന് ഇതെല്ലാം ഇളക്കിയെടുത്തിട്ട് കൈ വെച്ചൊന്നുമാണ് കുഴച്ചെടുക്കുക. കയ്യിലൊരിച്ചിരി നെയ്യ് പുരട്ടിയിട്ട് നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുക്കുക. നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൊഴുക്കട്ടയ്ക്ക് പറ്റിയ രീതിയിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ശർക്കര ഉരുക്കി അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് എടുക്കാം. ശർക്കര ഒരു 1 കിലോ കൂടുതലുണ്ട്. ഇത് ശർക്കര എടുത്ത് വെള്ളത്തിലിട്ട് അലിന്ന് ഉരുകിയതിന് ശേഷം അത് അരിച്ചെടുത്തിട്ട് ഒന്ന് പാവ് കാച്ചെടുക്കണം. അപ്പോൾ എല്ലാം ശർക്കരയൊക്കെ അലിന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുത്തിട്ട് വീണ്ടും പാവ് കാച്ചാൻ വയ്ക്കാം. ഈ മണ്ണും ഒക്കെ കാണും ശർക്കരയിൽ. അപ്പോൾ ഇത് നന്നായി തിളച്ച് ശരിക്ക് പാവ് കാച്ചി ഇങ്ങനെ ഒട്ടുന്ന രൂപത്തിലേക്ക് വരണം. എന്നാലേ ഈ കൊഴുക്കട്ടയുടെ ഉള്ളിലെ ഇത് വയ്ക്കുമ്പം ഒലിച്ചു പോവാതിരിക്കുള്ളൂ. ചവിട്ടിയൊക്കെ വന്നിട്ടുണ്ട്. എന്തൊരു മുറി നാളികേരം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാം. നല്ല ഭംഗിയിൽ എന്നിട്ട് ഒരിച്ചിരി ചുക്കിൻ്റെ പൊടിയും ജീരകപ്പൊടിയും പിന്നെ 2 ഏലക്കായുടെ കുരുവും കൂടി പൊടിച്ചതാട്ടോ ഇപ്പോൾ ഇട്ടത്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ അടയ്ക്കും കൊഴുക്കട്ടയ്ക്കൊക്കെ ഇടുന്നത്. ഇപ്പോൾ എന്തായാലും നന്നായിട്ട് പാവ് കാച്ചി വന്നിട്ടുണ്ട്. ഒരു ഇച്ചിരി എണ്ണയും നെയ്യും കൂടി ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് കൊഴുക്കട്ട ഇതുപോലെ ഉരുട്ടി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ശർക്കരയും തേങ്ങയൊക്കെ വെച്ച് ആവി കയറ്റി എടുക്കാം. അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുക. അതുകൊണ്ടാണ് ഒരു ഇച്ചിരി നെയ്യിട്ടത്. എന്നിട്ട് ഇതുപോലെ ചെറിയ കൊഴുക്കട്ടയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയാണ്. ഒത്തിരി വലുതാക്കുമ്പോൾ അതിനകത്ത് നിറച്ച് ഇത് വയ്ക്കണ്ടേ. അത് കാരണം ഞാൻ ചെറിയ ഉരുളകളാക്കിയാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ ഓരോന്നും ഉരുട്ടി ഇതുപോലെ എടുത്തിട്ട് നല്ല പാകത്തിന് വന്ന കാരണം പൊട്ടിയൊന്നും പോകണില്ല കേട്ടോ. ഇതുപോലെ ഈ വിരലുകൊണ്ട് ഇങ്ങനെ കുഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് വീണ്ടും ഉരുട്ടിയെടുക്കുകയാണ് ചെയ്തത്. അതുപോലെ ഓരോന്നും ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ നല്ല ഭംഗിയിൽ ഉരുട്ടി. ഇതിപ്പോൾ ആവി കയറ്റി വരുമ്പോൾ ഒന്നും ഒലിച്ചൊന്നും പോകുന്നില്ല കേട്ടോ. വെച്ചാൽ നല്ലോണം പാവ് കാച്ചി എടുത്തേക്കണ കാരണം തേങ്ങയും ശർക്കര നല്ലോണം പാവ് കാച്ചി തേങ്ങയും കൂടി ഇട്ടേക്കണ കാരണം അത് ഒലിച്ചു പോവില്ല, പൊട്ടി പോവില്ല. അത് ഇതുപോലെ ഓരോന്ന്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കാഷ്നട്ടും മറ്റേ മറ്റേ കപ്പലിൻ്റെയൊക്കെ വറുത്ത് വയ്ക്കും കേട്ടോ. ഞാൻ ഇതിനകത്ത് വെച്ചിട്ടില്ല. അതൊക്കെ വെച്ച് കഴിഞ്ഞൊരു പ്രത്യേക കഴിക്കുമ്പോൾ ഒരു കടിക്കില്ലേ, അതൊക്കെ നല്ല ഇതായിരുന്നു. പക്ഷെ ഞാനത് ഇട്ടില്ല. എൻ്റെ കയ്യിൽ കപ്പലണ്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലെ എല്ലാം ഇതുപോലെ കുഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ചിട്ട് ഉരുട്ടി നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടും, കാരണം തിളച്ച വെള്ളത്തിലാണല്ലോ ഇത് കുഴച്ചെടുത്തേക്കണത്. അപ്പോൾ ഇതുപോലെ ഓരോന്നും നല്ലോണം നല്ല ഭംഗിയിൽ ആക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് നാളായി കൊഴുക്കട്ട ഉണ്ടാക്കണം. ഞാൻ നാളെ അട ഉണ്ടാക്കിയിരുന്നു. കൊഴുക്കട്ട ഉണ്ടാക്കി പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി കൊഴുക്കട്ട. ഇതിൻ്റെ ഉള്ളിൽ നട്ട്സൊന്നും വയ്ക്കണവർക്ക് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഞാനത് വയ്ക്കാൻ കൂട്ടാക്കാഞ്ഞത് അതുകൊണ്ടാണ്. ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക്. നല്ല ടേസ്റ്റായിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഈ ശർക്കരയും തേങ്ങയിലൊക്കെ ആ പൊടിയൊക്കെ ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക രുചി ഉണ്ട്. പിന്നെ ഇതിങ്ങനെ നല്ല പാവ് കാച്ചി കിട്ടിയേക്കുമല്ലേ, അങ്ങനെ ഒലിച്ചൊന്നും പോകില്ല. കാണുമ്പോൾ തന്നെ ഒരു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ ഉരുട്ടി എടുത്തിട്ട് അപ്പച്ചെമ്പിൽ നമുക്ക് ആവിയേറ്റി എടുക്കാം. നല്ല ഉരുട്ടി നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഞാനൊരു 10 മിനിറ്റ് തന്നെ വെച്ചില്ല കേട്ടോ. വെന്ത് കിട്ടി നന്നായിട്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, തിളച്ച വെള്ളം കൊണ്ട് കുഴച്ചേക്കണ കാരണം പെട്ടെന്നൊരാവി കയറിയാൽ മതി. പിന്നെ ശർക്കരയും തേങ്ങയൊക്കെ നമ്മൾ
പാവ് കാച്ചി എടുത്തേക്കുവാണല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി കൊഴുക്കട്ട ഉണ്ടാക്കി ഷെയർ ചെയ്തേക്കുവാണ്. ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ഇപ്പം നല്ല ഭംഗിയിൽ ഒക്കെ പൊട്ടാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ പൊട്ടി ഇങ്ങനെ ഒലിച്ചൊക്കെ പോവില്ല. അതാ പാവ് കാച്ചി വെച്ചുകൊണ്ടാണ് അങ്ങനെ ഒലിച്ചു പോവാഞ്ഞത്. അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് വരാം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും പറയുന്നു, ലൈക്ക് കമൻറ്റൊക്കെ ചെയ്തോളൂ കേട്ടോ. ഒരു ഹൈപ്പ് എന്നുള്ളൊരു സംഭവം കൂടിയുണ്ട്, അതും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.